സുഹൃത്തുക്കളെ, ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ഗസ്റ്റ് ഗോൾഡൻ പോയിന്റ് ഓഫീസിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഗസ്റ്റ് പുറത്താരല്ല, എൻ്റെ ചങ്ക് ബ്രോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, കഴിഞ്ഞൊരു 38 വർഷമായിട്ട് ശരിക്കും അറിയുന്ന ഒരു വ്യക്തി. അതെ, ഷാക്കിർ ഹുസൈൻ. അറേബ്യൻ ഹൊറിസൺ എന്ന കമ്പനി സൗദി അറേബ്യയിൽ ഉള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയൊരു കമ്പനി. മൾട്ടിപ്പിൾ ബിസിനസ് ഉണ്ട്. ജിദ്ദയിലാണ് അവരുടെ മെയിൻ ഓഫീസ്. അപ്പോൾ അതിൻ്റെ സാരഥി ഷാക്കിർ ഹുസൈനോടാണ് ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഷാക്കിർ ഭായ്, നിങ്ങൾ ഇന്ന് ശരിക്കും നമ്മൾ ഞെട്ടിച്ചിട്ടാ രാവിലെ തന്നെ. ഇതൊരു സന്തോഷമല്ലേ, നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണാൻ, അവരായിട്ട് സംസാരിക്കുക, സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളെപ്പോഴും ജിദ്ദയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഭയങ്കര തിരക്കാണ്, നിങ്ങൾക്ക് സമയം തന്നെ കിട്ടാറില്ല. നമ്മൾ പൊന്നാനി MS തുടങ്ങിയല്ലേ ബന്ധം, 88 മുതലല്ലേ. എന്തായാലും നിങ്ങളിപ്പോഴും അതേ ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ സൗദിയിൽ എന്ന് എത്തിയത്? സൗദി അറേബ്യയിൽ 96 ഫെബ്രുവരി 26 ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് പോയത്? പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബോംബെയിൽ ഗ്രാജുവേഷൻ്റെ സമയമായിരുന്നു. അപ്പം സത്യത്തിൽ എൻ്റെ അങ്കിളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പുള്ളിയുടെ ബിസിനസ്സിൽ പുള്ളിനെ ജോയിൻ ചെയ്യുകയും ചെയ്തത്. 96 സൗദി അറേബ്യയിൽ എവിടെ? ജിദ്ദയിൽ. പിന്നെ സൗദി അറേബ്യയിൽ ഞാൻ അന്നത്തെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ സൗദി അറേബ്യയിൽ ഞാൻ കാണാത്ത സ്ഥലങ്ങളോ ഗ്രാമങ്ങളോ സിറ്റികളോ ഒന്നും ബാക്കിയില്ല. നിരന്തരമായിട്ട് അതായിരുന്നു ആ ജോലിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഗാർമെന്റ്സിന്റെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് സംഗതികൾ പഠിച്ചെടുക്കാനും ജീവിതം പഠിക്കാനും, പ്രത്യേകിച്ച് സൗദികളുടെ വിവിധ ഭാഗങ്ങളുടെ, സൗദി അറേബ്യ എന്ന് പറയുന്നത് നമ്മൾ ജോഗ്രഫിക്കലി നോക്കുമ്പോൾ ഏകദേശം ഇന്ത്യയുടെ 4/3 ഭാഗം സൈസ് കൊണ്ടുണ്ട്. അത്രയും വലുപ്പമുണ്ട്. അതെ അതെ. ഇന്ത്യൻ കമ്മ്യൂണിറ്റി എത്ര ഉണ്ടാവും? മലയാളീസ് എത്ര ഉണ്ടാവും? ഒരു ചെറിയൊരു പിക്ചർ തരും. അതൊരു എല്ലാ കച്ചവടക്കാരും അറിയേണ്ട ഒരു സംഗതിയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ഡാറ്റാബേസിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏകദേശം 27.5 മില്യൺ ആണ് ടോട്ടൽ സൗദി അറേബ്യയുടെ പോപ്പുലേഷൻ. ടോട്ടൽ എല്ലാം കൂടെ. അത് ഞാൻ പറയുന്നത് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അല്ല. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കഴിഞ്ഞ വർഷം 145 മില്യൺ ടൂറിസ്റ്റുകൾ സൗദി അറേബ്യ വന്നു പോയിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം 40 മില്യൺ റിലീജിയസ് ടൂറിസം. പിന്നെ ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2+ ആണ്, 21 ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 2.2 എന്ന് പറയുന്നത് എനിവേ ഇൻ ബിറ്റ്വീൻ 2.2 മില്യൺ ഇന്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്. അതിനകത്ത് 6 ലക്ഷത്തോളം മലയാളികൾ ഉണ്ട്. അതിനകത്ത് 6 ലക്ഷത്തോളം ടോട്ടൽ. കേരളയുടെ എക്സ്പാട്രിയേറ്റ്സിൽ 21.8% സൗദി അറേബ്യയിലാണ്. വിദേശത്ത് 100 മലയാളികൾ ജീവിക്കുന്നുണ്ടെങ്കിൽ 22 മലയാളികൾ സൗദി അറേബ്യയിലാണ്. 21.8% മലയാളി എക്സ്പാട്രിയേറ്റ്സ് ആർ ലിവിങ് ഇൻ സൗദി അറേബ്യ. അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ദുബായിന്റെ ഒക്കെ, ഞാനൊക്കെ ആയിരിക്കും ദുബായിലായിരുന്നു, അല്ലെങ്കിൽ UAE ലാണെന്നല്ലേ. പക്ഷെ സൗദി അത്രയും വലുതായ കാരണമായിരിക്കും അല്ലേ? ജുബൈല്, ദമാമ ടെറിട്ടറിയിലൊക്കെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ. ഈ ജദ്ദ ബേസിൽ എപ്പോഴും നോക്കുമ്പോൾ മലബാർ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ. ഉംറക്ക് വേണ്ടി പണ്ട് വിസ ഒന്നും ഇല്ലാതെ ഉംറ വിസയിൽ വരും, അല്ലെങ്കിൽ ഹജ്ജ് വിസയിൽ വന്ന് പിന്നെ അവിടെ നിലനിന്നു. അന്ന് അതൊരു വിഷയമായിരുന്നില്ല, ലീഗലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പണ്ട് ഉംറക്ക് വന്ന് നാഷണാലിറ്റി എടുത്ത മലയാളികൾ ഇപ്പോഴും മക്ക ബേസ്ഡ് മാത്രം നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഫാമിലി നെയിമോ മലബാരി അല്ലെങ്കിൽ കളപ്പാടൻ, അങ്ങനെയൊക്കെ പല പേരിലുള്ള ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റി സൗദി നാഷണൽസ് ആയി മാറിയ ഒരു 10-24ഓളം മലയാളി ഫാമിലി, അവരുടെ കുടുംബങ്ങളെ എനിക്ക് നേരിട്ട് അറിയുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആ ഒരു ജദ്ദ റീജിയണിൽ എപ്പോഴും വരുന്നത് കൂടുതലും മലബാർ സൈഡിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇന്ന് ഓൾമോസ്റ്റ് വലിയ കമ്മ്യൂണിറ്റി, എനിക്ക് തോന്നുന്നത് ഒരു 65-70% മലയാളികളെ നോക്കുമ്പോൾ അത് മലബാർ ഏരിയ എന്നായിരിക്കും. ബാക്കി എല്ലാം കൂടെ സൗത്ത് നിന്നുണ്ടാവുള്ളൂ. അത് മലപ്പുറം തന്നെയാണ് ഏറ്റവും ഡോമിനേറ്റഡ്. പിന്നെ കണ്ണൂര്, അവരുടെ പള്ളി കമ്മിറ്റി കൂടുന്നതും അവരുടെ പഞ്ചായത്ത് മീറ്റിംഗ് കൂടുന്നതും കൂടുതലും ജിദ്ദയിലായിരിക്കും. അതെ അതെ അതെ. ഷറഫിയ മലയാളിയുടെ ഒരു ഹൃദയത്തിന്റെ ഭാഗം തന്നെയാണ് ഒരു പരിധി വരെ. പുതിയ സ്ഥാപനങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് പൊളിച്ചു പോകണമെങ്കിലും മറ്റേ സൈഡിൽ നിന്നൊക്കെ പുതിയ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു മലയാളികളുടെ ഹൃദയമാണ് ഷറഫിയ ഇപ്പോഴും. അപ്പോൾ നിങ്ങൾ 96 മുതൽ അവിടെ സൗദിയുടെ വിവിധ സ്ഥലങ്ങൾ, പ്രൊവിൻസുകൾ, ഇപ്പോൾ പറഞ്ഞ ജിദ്ദ, പിന്നെ റിയാദ്, ദമ്മാം, ഖോബാർ,
തായിഫ് അങ്ങനെ ഫുൾ ഏരിയ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതൊന്നും അല്ല, ഇതൊക്കെ പറയുന്നത് ഒരു 5 സിറ്റി ആണല്ലോ. അതല്ലാത്ത സ്ഥലങ്ങളാണ്. അതെ, 24ഓളം പ്രൊവിൻസുകളുണ്ട്. അവിടൊക്കെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. വ്യത്യസ്തമായ കൾച്ചറുകളാണ് അവിടെ ഉള്ളത്. വ്യത്യസ്തമായ ജീവിത രീതികളാണുള്ളത്. സൗദി അറേബ്യയില് വർഷത്തില് 5 മാസം മഴ പെയ്യുന്ന, നിരന്തരം മഴ പെയ്യുന്ന ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വാസം വരുന്നില്ല. സൗദി അറേബ്യ മരുഭൂമി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പലർക്കും ഉള്ളത്. പക്ഷെ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോ ഇപ്പൊ നമ്മള് തായിഫ് മല കയറിയിട്ട് അങ്ങോട്ട് കയറുമ്പോൾ ഒരു ഓൾമോസ്റ്റ് അബഹ, അൽബാഹ, ഖമീസ്, മുഷൈത്ത് അങ്ങോട്ട് ഒക്കെ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാല് ഭയങ്കര ഗ്രീനറിയുമാണ്. നിരന്തരമായിട്ട് സാറത്ത് ആബിദ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ സ്ഥിരമായിട്ട് മഴയാണ്. നമ്മൾ പോകുമ്പോഴൊക്കെ മഴ പെയ്യുന്ന അങ്ങനെ ഒരു എന്നും തണുപ്പുള്ള സ്ഥലം. അവിടെ എ സി ഒന്നും ഇല്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. എ സിയുടെ ആവശ്യമില്ല, കാരണം എ സി വേണ്ടി വരുന്നത് ഹീറ്ററിന്റെ പർപ്പസിന് മാത്രം വരുന്ന സ്ഥലങ്ങൾ വരെ ഉണ്ട്. അത്രക്ക് നല്ല കൂൾ ക്ലൈമറ്റ്. ഞാൻ കേട്ടിട്ടുണ്ട് തായിഫ് അതേമാതിരി ഹൈൽ എന്ന് പറഞ്ഞിട്ടില്ല, അത് എക്സ്ട്രീം അറബിക് അതേ ഇതാണ് സംഗതി. നമ്മളെ ഒരു ഡെസേർട്ടിന്റെ എല്ലാ സ്വഭാവങ്ങളുള്ള സ്ഥലമാണ് ഹൈൽ എന്ന് പറയുന്നത്. കാരണം ഹൈല് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും എക്സ്ട്രീം ആണ്. അത് അവിടുന്നാണ് ശരിക്കും ഈ മനുഷ്യനെ ആറ്റി തെളിച്ച് കൊണ്ടുവരുന്ന ആ റേഞ്ചിലുള്ള രണ്ടാണെങ്കിലും. ഇപ്പൊ നമ്മള്, ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത്, നമ്മൾ വണ്ടിയിൽ ഏച്ചൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. നമ്മൾ DNAയിൽ പോകുമ്പോൾ അപ്പൊ രാത്രി 12 മണിക്ക് വരെ നമ്മൾ മുഖം വരെ കെട്ടിമൂടാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത്ര ചൂടായിരിക്കും. എന്തായിരുന്നു ജോലി? അത് നമ്മൾ ഗാർമെന്റ്സിന്റെ സപ്ലൈ ആയിരുന്നു. ആ ഒരു ജോലി എത്ര കാലം? അത് ഏകദേശം 3 വർഷത്തോളം. 3 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എന്തായിരുന്നു? പിന്നെ ഞാൻ ആക്ച്വലി എന്റെ ബേസ് IT ആണല്ലോ. അപ്പം IT കമ്പനിയാണ് പിന്നെ തുടങ്ങിയത്. വേറൊരു 2 പാർട്ട്നേഴ്സിനെ വെച്ചിട്ട്. അത് ഏത് വർഷമാണ് ആ കമ്പനി ഫോം ആവുന്നത്? അത് 2000 2YK എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മളെ കൂടെ ഇറങ്ങിപ്പോയതാണ്. കാരണം ഞാനിപ്പോൾ UAE-ലാണ്, ദുബായിലാണ്. കാരണം ഈ സൗദി അറേബ്യനെ പറ്റിയിട്ട് അവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ, ബിസിനസ് സെറ്റപ്പ്, കാരണം പുറത്ത് എന്ന് പറഞ്ഞെങ്കിൽ പ്രത്യേകിച്ച് MBS വന്നതിന് ശേഷം, MBS 2017 MBS അധികാരത്തിൽ വരുന്നത് ക്രൗൺ പ്രിൻസ് ആയിട്ട്. അപ്പോൾ അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ സൗദി അറേബ്യ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു എന്നുള്ളത് ലോകം അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഒരു അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഷാക്കിർ ചെയ്യുന്നത് വെച്ചാൽ അറേബ്യൻ ഹൊറൈസൺ അല്ലേ? എന്താ അറേബ്യൻ ഹൊറൈസൺ കൊമേഴ്സ്യൽ സർവീസ് അല്ലേ? അതല്ലേ കമ്പനിയുടെ ഫുൾ നെയിം? ഈ അറേബ്യൻ ഹൊറൈസൺ കൊമേഴ്സ്യൽ സർവീസ് എന്നുള്ള സ്ഥാപനങ്ങൾ ഏത് വർഷം മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ലീഗൽ സപ്പോർട്ട് സർവീസസ് ആണ്. എന്ന് വെച്ചാല് ഞാൻ 15 മുതലേ തന്നെ ഈ 2015 മുതലേ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. വേറെ ലോ ഫോമായിട്ട് സഹകരിച്ചിട്ട് 10 വർഷമായിട്ട് ഫുൾ ടൈം. എക്സാക്ട്ലി 10 വർഷമായിട്ട് അത് തന്നെയാണ് നമ്മളെ പണി. വേറെ ബിസിനസ് ഉണ്ടെങ്കിലും മൈസെൽഫ് ഷാക്കിർ എന്നുള്ള വ്യക്തി എൻഗേജ് ആയിരുന്ന ഞാൻ കാണുന്നുണ്ട്. ബിസിനസ് അവിടെ ഉണ്ട്, പക്ഷേ നിങ്ങൾ പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഈ ലീഗൽ സെറ്റപ്പ് സർവീസുകളിലാണ്. അതിപ്പോ ഇന്നിപ്പോ എന്റെ അടുത്ത് 2 ജഡ്ജിമാർ റിട്ടയർ ആയിട്ട് എന്റെ കൂടെ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട്. ലോ ഫേമിൽ തന്നെ സ്ട്രോങ് ആയിട്ട് എന്റെ ലോ ഫേമായിട്ട് നമ്മൾ ഒരുപാട് കമ്പനികളുടെ കോർപ്പറേറ്റ് ലോകൾ നമ്മളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ഈവൻ പല അഗ്രിമെന്റുകളാണെങ്കിലും ഇപ്പൊ സ്ഥിരമായിട്ട് എന്താ സംഭവിക്കുന്ന, ഏത് രാജ്യത്താണെങ്കിലും കൊമേഴ്സ്യൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചെക്ക് കേസുകൾ അല്ലെങ്കിൽ പൈസ മുക്കിപ്പോയ സംഗതികൾ, അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അഡ്രസ് ചെയ്യുന്ന കുറെ സബ്ജക്റ്റുകളാണ്. ഇവിടെ അറിയപ്പെടുന്ന ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ നമ്മളെ ക്ലയൻസ് ആണ്. അപ്പം അതാണ് ഒരു സൈഡിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സൗദി അറേബ്യയുടെ ചരിത്രം എന്ന് പറയുന്നത്, കൊമേഴ്സ്യൽ ബിസിനസ് ചരിത്രം എന്ന് പറയുന്നത് MBS-ന് മുന്നേയും MBS-ന് ശേഷവും എന്ന് വെച്ചാൽ MBS-ന്റെ കാലം കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഞാൻ സൗദി അറേബ്യയിൽ 3 രാജാക്കന്മാരുടെ സമയത്ത് ജീവിച്ച ആളാണ്. ഞാൻ വരുമ്പോ ഫഹദ് രാജാവാണ്. അത് കഴിഞ്ഞ് അബ്ദുള്ള രാജാവ്, ഒരു വലിയ വിഷനറി ഒരു മനുഷ്യനായിരുന്നു. അല്ലാഹു യർഹം. അദ്ദേഹം സ്ഥിരമായിട്ട് പറയായിരുന്നു, ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്റെ അടുത്ത ജനറേഷനിലേക്കാണ്. പുള്ളി വ്യവസായങ്ങളെക്കാൾ പ്രൊമോട്ട് ചെയ്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു അറബ് ഭരണാധികാരി. അതെ, ആ രീതിയിൽ വിഷനറി ഒരു രാജാവായിരുന്നു അബ്ദുള്ള രാജാവ്. അത് കഴിഞ്ഞ് വന്ന ചാൻസ് കിട്ടിയത് സത്യത്തിൽ MBS-നായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് അദ്ദേഹം അഡ്രസ് ചെയ്തു. ഇന്ന് MBS-നെ പോലെ വിഷനും മിഷന്റെ ഭാഗമായിട്ട് ലോകം മുഴുവൻ തളർന്നു കിടക്കുമ്പോഴും സൗദി അറേബ്യ പ്രൗഡ്ലി ഫ്ലൈയിങ് ഹൈ. ലോകത്തിനെ സൗദി അറേബ്യയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവായി മാറി. അതിന്റെ ഗുണങ്ങള് റിയലി പുറത്തു വന്നു തുടങ്ങി. അതിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പായിരുന്നു
അവിടുത്തെ ഒരു വുമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് അയാൾ എന്ത് ചെയ്തു, ഈ ഡ്രൈവിംഗ് ലൈസൻസ് പെൺകുട്ടികൾക്ക് അതൊരു വലിയ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ന് എക്സാക്ട്ലി വലിയൊരു മുന്നേറ്റമാണ്. എസ്പെഷ്യലി നമ്മൾ ഈ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന സംഗതികളിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ സിഇഒമാര് സൗദി വുമൺ ആണ്. പല മിനിസ്ട്രീനെയും ലീഡ് ചെയ്യുന്നത് പലയിടത്തും സൗദി അറേബ്യനെ റെപ്രസെന്റ് ചെയ്ത് പോകാൻ മാത്രം സൗദി പെൺകുട്ടികൾ വളർന്നു കഴിഞ്ഞു. ഫോറിനേഴ്സ് ആണെങ്കിലും ലോക്കൽ സൗദികളാണെങ്കിലും ആ ഒരു പൊസിഷൻ അലങ്കരിക്കാനുള്ള ഒരു റേഞ്ചിലേക്ക് മാറി. അപ്പോൾ അതൊരു ഒരു രാജ്യത്തിന്റെ മാത്രം കഥ അല്ല അത്. സൗദി അറേബ്യ എന്ന് പറയുന്നത് അതിന്റെ വളർച്ചയുടെ കൂടെ നമ്മളൊക്കെ അടങ്ങുന്ന ഫോറിനേഴ്സും അതിന് കൂടെ വളരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സൗദി അറേബ്യനെ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആക്കി മാറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യലാണ്, കമ്പനി സെറ്റപ്പ് സർവീസ് ആണ്. നിങ്ങൾ ഇന്ന് വന്ന് ക്ഷണിച്ചല്ലോ, അപ്പോൾ എനിക്ക് നിന്റെ കൺസെപ്റ്റ് അവിടെ നിന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഷാക്കിറ പറ്റിലേക്ക് സൗദിനായിട്ട് വലിയൊരു ബന്ധമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി പോരടാ, ധൈര്യ സമയത്ത് പോ, ഞാൻ ഉണ്ട് എന്റെ കൂടെ. അപ്പൊ അങ്ങനെയുള്ള ഞാൻ അവിടെ വരുന്നത് അതൊരു വലിയൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ UAE എന്നോ അല്ലെങ്കിൽ അതർ GCC കൺട്രീസ് എന്നോ ഇവിടെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഇവർക്ക് അവിടെ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഹൊറൈസൺ ചെയ്തു കൊടുക്കുന്ന സർവീസുകൾ, മെയിൻ സർവീസുകൾ എന്നൊന്ന് കുറച്ച് പറഞ്ഞുതരാം. ആക്ച്വലി അറേബ്യൻ ഹൊറൈസണിന്റെ പണി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ട് സർവീസുകളും കൊടുക്കുന്നതാണ്. അത് നമ്മളൊരു പക്ക വെറും ഒരു സാമ്പത്തിക ഏതൊരു ബിസിനസ്സുകാരനാണെങ്കിലും അയാൾക്ക് വേണ്ട 0 കിലോമീറ്റർ മുതൽ അയാളിനൊരു സ്കെയിലപ്പ് എത്തുന്നത് വരെയുള്ള എന്തൊക്കെ സപ്പോർട്ട് സർവീസുകൾ വേണം എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അത് സാമ്പത്തികം മാത്രമല്ല ഞാൻ പറയുന്നത്. പുതുക്കക്കാരന് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. അല്ലെങ്കിൽ അയാളുടെ വഴി അയാൾ ദുബായിൽ വരുന്ന ഒരു കൾച്ചർ അല്ല ഇപ്പോഴും സൗദി അറേബ്യ. നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും ആ ഒരു വ്യത്യാസം വേറിട്ടുണ്ട്. ആദ്യം ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എക്സ്പെർട്ട് ഒരാളിനെ കൂടെ വെക്കണം. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് നിങ്ങൾ സ്വയം പഠിക്കണം. അപ്പൊ ഒരു ആദ്യത്തെ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ലേണിംഗ് പീരീഡ് ആയിട്ട് വെക്കണം. ഞാൻ എൻ്റെ എല്ലാ ക്ലയൻസിനോടും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംശയം ചോദിച്ച് ഏതൊരാളോടും പറയില്ലേ, അവിടെ നിന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സംശയം ഞാൻ പറയില്ല. പിന്നെയും പറയുന്നത് പാർട്ട് ടൈമർ അല്ലാതെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് റേഷ്യോ നിങ്ങൾക്ക് ലോകത്ത് എവിടെയും കിട്ടില്ല. കമ്പയർ ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വർക്കുകളാണ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്. ഇപ്പോഴത്തെ സാഹചര്യം ഒരുപാട് കമ്പനികൾ ദിവസം എന്ന് പറയുന്ന പോലെ നമ്മൾ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം തന്നെ കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ പാടില്ല സൗദി അറേബ്യയിൽ. അതും ഒരു വലിയ പോയിന്റാണ്. നിങ്ങള് ഗ്രോ സ്ലോലി, ആ ഒരു ഓർഗാനിക് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾ, ഒരു സസ്റ്റൈനബിലിറ്റി മനസ്സിലുള്ള ഒരാളാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന ബിസിനസിന്റെ എഫേർട്ടിന്റെ പകുതി സൗദി അറേബ്യയിൽ എഫേർട്ട് ഇട്ടാൽ മതി, പകുതി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഉണ്ടാക്കുന്ന പൈസയുടെ ഇരട്ടി ഉണ്ടാക്കാം. ഒരു റീസൺ എന്ന് പറയുന്നത് സ്റ്റിൽ ഇവിടെ ഇത്രയും വലിയ കോമ്പറ്റീഷൻ അവിടെ ഇല്ല. അവിടെ ഒരു ലിവിങ് കോസ്റ്റ് കുറവാണ്, റിലാക്സ് ലൈഫാണ്. കുറച്ചും കൂടെ ഒരു ഓപ്പൺനെസ് വന്നുകൊണ്ടിരിക്കുന്നത്. ദുബായിൽ അത്ര അങ്ങോട്ട് ഓപ്പൺ നിങ്ങൾ പറയുന്ന ടൈപ്പുള്ള ഓപ്പൺ അല്ലെങ്കിൽ പോലും ഫ്രീ ലൈഫാണ്. നിങ്ങൾക്ക് ഇപ്പം ജനുവരി 1 മുതൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തം പേരിൽ വാങ്ങാം, ഭൂമി വാങ്ങാം. 2026 ജനുവരി അതെ വലിയൊരു വിപ്ലവമാണ് ഇപ്പം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വരാൻ പോകുന്നത്. ജനുവരി 1 ജനുവരി 2026 ഓണർഷിപ്പില് ജിദ്ദ, റിയാദ് സിറ്റികളിൽ നിങ്ങൾക്ക് സ്ഥലം വാങ്ങാം. കൊമേഴ്സ്യലോ റെസിഡൻഷ്യലോ ഈവൻ മക്ക മദീന മാത്രമാണ് 49% ഫോറിനർക്ക് പറ്റുള്ളൂ. 51 ഷുഡ് ബി സൗദി. നിങ്ങൾക്ക് ഒരു റെസിഡൻസ് പെർമിറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഭൂമി വാങ്ങാം. പാസ്പോർട്ടിൽ മാത്രം നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി ആണ്. നിങ്ങളെ യുവർ ഫിംഗർ ഈസ് യുവർ ഐഡന്റിറ്റി. ഫൈനൽ എക്സിറ്റിൽ പോവുകയാണെങ്കിൽ ഈ ഭൂമി എന്ത് ചെയ്യും, അല്ലെങ്കിൽ അപ്പൊ ആ കൺഫ്യൂഷൻ ഇല്ല. ഇപ്പൊ നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറികൾ വരുന്നത് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വരുന്ന കമ്പനികളിൽ നിന്നും ആണ് വരുന്നത്. സൗദി അറേബ്യ വലിയ വിശാലമായ ലോകമാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അത്രയും ഭൂമികൾ കിട്ടാനുണ്ട്. എംറ്റി ലാൻഡ് ആണെങ്കിൽ സക്കാത്ത് കമ്പൽസറി ആക്കി. നിങ്ങൾ സിറ്റി റീജിയനിന്റെ ഉള്ളിൽ കിടക്കുന്ന കൊമേഴ്സ്യലാണെങ്കിൽ റെസിഡൻഷ്യലാണെങ്കിൽ ലാൻഡ് വെറുതെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ 2.5% സക്കാത്ത് കുറച്ചോളം എവരി ഇയർ. അപ്പം ടെക്നിക്കലി
25 വർഷം കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരു ഭൂമി അത് ഫുള്ള് ഗവൺമെന്റായി മാറും. സ്വത്ത് സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കാൻ പാടില്ല. ആസ് പെർ ശരിയ ഒരു വിഷൻ പ്രകാരം സമ്പത്ത് എന്ന് പറയുന്നത് എംപ്റ്റി ലാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വാണിംഗ് ഉണ്ട്. ഈ സമയം മുതൽ നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങിയില്ല, പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ 2% സക്കാത്ത് കൊടുത്തോളൂ, കമ്പൽസറി ആയി. ചൈനീസ് കമ്പനികളും കൊറിയൻസും വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ, ബില്യൺസ് ദേ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ സൗദി അറേബ്യ, എസ്പെഷ്യലി ജദ്ദ ആൻഡ് റിയാദ്. ജിദ്ദയിൽ മാത്രം 1875 4-star 5-star ഹോട്ടലുകളാണ് ഈ 2034 വരാൻ പോകുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ന്യൂ ജദ്ദ ഡെവലപ്മെന്റ് കമ്പനി എന്നിട്ടൊരു കമ്പനി രൂപപ്പെടുത്തുകയും $83 ബില്യൺ അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രികളും വളരും. ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് വരുമ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ അത്രയും ലേബർ ഫോഴ്സ് വരും, അത്രയും F&B എന്നുള്ള ഫീൽഡ് വളരും, ട്രാൻസ്പോർട്ടേഷൻ സംഗതികൾ വരും, ലോജിസ്റ്റിക് ആവശ്യങ്ങൾ വരും. അപ്പൊ അങ്ങനെ ഇതിനെ കൊണ്ടുപോകാന്നുള്ള തന്നെയാണ് സംഗതി. ഒരു സ്കെയിലപ്പ് എന്നുള്ളത് തീർച്ചയായിട്ടും ഏത് ഇൻഡസ്ട്രിയിലായിട്ടും വരും. പിന്നെ വേറൊരു കാര്യം ചോദിക്കാം, എന്താണ് ഈ 2030 സൗദി 2030 വിഷൻ എന്താണ്? ഈ വിഷൻ 2030യുടെ പ്രഖ്യാപനം വരെ സൗദി അറേബ്യ 95% ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഓയിൽ റവന്യൂ മാത്രമായിരുന്നു. നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പെട്രോൾ അത് മാറി ഒരു 2030 നോൺ ഓയിൽ റവന്യൂ ആ രാജ്യത്തിനെ കൊണ്ടടക്കാൻ മാത്രമാവണം എന്നുള്ള ഒരു വിഷനാണ് ബേസിക്കലി. വളരെ ചുരുക്കി പറഞ്ഞാൽ വിഷൻ 20. ഇപ്പൊ നിങ്ങൾ കാണുന്ന സൗദി അറേബ്യയുടെ വളർച്ചയുടെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് വിഷൻ 2030 ആണ്. അതിന്റെ ഭാഗമായിട്ട് ഈവൻ സൗദി അറാംകോയുടെ ഷെയർ വരെ വിറ്റു. എസ്പെഷ്യലി യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക അവരത് മനസ്സിലാക്കിയിട്ട് വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എണ്ണപ്പെടാവുന്ന യൂറോപ്പിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ലോകത്തിലെ തന്നെ വലിയ കമ്പനികളൊക്കെ സൗദി അറേബ്യ അവരുടെ സ്വപ്നഭൂമിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പല കമ്പനികളും മാനുഫാക്ചറിങ് തുടങ്ങി, വലിയ കമ്പനികൾ ഒരുപാട് വന്നു. നമ്മുടെ ടാറ്റയുടെ ഓണർഷിപ്പുള്ള റേഞ്ച് റോവർ വരെ അവിടെ മാനുഫാക്ചറിങ് സെറ്റപ്പുകൾ തുടങ്ങി സൗദി അറേബ്യ. ഇപ്പം വെരി റീസെന്റ് ലാസ്റ്റ് മന്ത് ചൈനയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ കാർ കമ്പനി ദേ ആർ സ്റ്റാർട്ടിങ് മാനുഫാക്ചറിങ് ഇൻ സൗദി അറേബ്യ. അവർ സൗദി മേഡ് എന്നിട്ടൊരു പ്രോഗ്രാം കൊടുന്നു. അതിനകത്ത് റഷ്യ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും സൗദി അറേബ്യയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് L1 അപ് ടു 10% മിനിമം അവർക്കൊരു ഗ്രേഡ് ഉണ്ട്. നിങ്ങളെ പ്രൊഡക്റ്റ് സൗദി മേഡാണ്, നിങ്ങളുടെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ കോട്ട് ചെയ്ത പ്രൈസ് 10% മറ്റുള്ള ഫോറിൻ പ്രൊഡക്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ പോലും പ്രയോറിറ്റി ഷുഡ് ബി ടു ദ സൗദി മേഡ് പ്രൊഡക്റ്റ്. അത് ആ രീതിയിൽ അവർ എംപവർ ചെയ്യുന്നുണ്ട് ലോക്കൽ മാനുഫാക്ചറേഴ്സിന്. കറാമ എന്ന സ്ഥലത്ത് മാത്രം ഏകദേശം 2000-ഓളം ഫുഡ് ഔട്ട്ലെറ്റുകളുണ്ട്. സൗദി അറേബ്യയിൽ മൊത്തം ഈ പറയുന്ന അത്ര റെസ്റ്റോറന്റുകൾ നമ്മളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാവില്ല. മൊത്തം സൗദി അറേബ്യ എടുത്താല് ഞാൻ പറഞ്ഞു അത്രയും വാക്വം അവിടെ കിടക്കുന്നുണ്ട്. നല്ല ഒരു ക്വാളിറ്റി ഉള്ള മലയാളി റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്രയും ചാൻസ് അവിടെ കിടക്കുകയാണ് മലയാളികൾക്ക് റെസ്റ്റോറന്റ് തുടങ്ങണമെങ്കിൽ. ഇത്രയും മലയാളി കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് അവരിനെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന, അവരിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറന്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അത് നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് ആയിട്ടാ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും സൗദിയില്, പ്രത്യേകിച്ച് ഇപ്പൊ റിയാദിൽ നമ്മുടെ ഷോറൂം ഇപ്പൊ അവിടെ മലാസിൽ ഗ്രീൻ ബാഗ്സ് സൗദി. അപ്പൊ അവിടെ ഈ മലാസ് എന്ന് പറഞ്ഞ ഏരിയ എന്ന് വെച്ചാൽ ഒരു സെൻട്രൽ റിയാദ് ആണെങ്കിലും കൂടുതൽ മലയാളീസാണ്. ഞാൻ അവിടെ ഒരു 10ഓളം റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടാവും. ഭയങ്കര തിരക്കാ, ഫുൾ ടൈം തിരക്കുമാണ്. എന്നാൽ ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു ട്രീറ്റ്മെന്റും കിട്ടണില്ല. ഫുഡിന്റെ ഒരു ക്വാളിറ്റി. എക്സാക്ട്ലി. പക്ഷേ സൗദി അറേബ്യയിൽ എത്ര നല്ല ഫുഡ് കിട്ടുന്ന വേറെ സ്ഥലം, ഞാൻ ഏകദേശം 56 രാജ്യം കറങ്ങിയ മനുഷ്യനാണ്. പക്ഷെ ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചാൽ സൗദി അറേബ്യയാണ്. പക്ഷെ മലയാളി ഫുഡ് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക്. അറബ് ഫുഡ് എന്ന് പറയുന്നത് നോ കോംപ്രമൈസ്. അത് നമ്മള് ഇവിടുന്ന് വരുന്ന ആൾക്കാർ ഒരു 10 ദിവസം നിൽക്കുമ്പോൾ ഞങ്ങൾ 5 കിലോയെങ്കിലും കൂടിയിട്ടാണ് തിരിച്ചു വരാറുള്ളത്. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് റേഞ്ച് വരുമ്പം എനിക്കൊരു അടുത്തുണ്ടായ ഒരു അനുഭവം. ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനിന്റെ ഓണേഴ്സ് അവിടെ സർവേ നടത്തിയിരുന്നു. അവർ തന്ന റിപ്പോർട്ടിൽ പ്രകാരം ഏകദേശം ഇവിടുത്തേനേക്കാൾ ഒരുപാട് വില കൂടുതലാണ് സൗദി അറേബ്യയിൽ റീറ്റെയിലുകൾ വിൽക്കുന്നത്. ഏകദേശം ഈ പറയുന്ന വാറ്റൊക്കെ കടന്നിട്ട് പോയിട്ട് പോലും
9-12% വരെ ചില സംഗതികൾ 14, ആവറേജ് അവർ പറയുന്നത് 9.5% റേറ്റ് കൂടുതലാണ് വിൽക്കുന്നത്. അപ്പം ഒരു റീറ്റെയിൽ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാർത്തയാണ് തീർച്ചയായിട്ടും. അതെ. അപ്പൊ അങ്ങനെ ഒരു ഡാറ്റ വെച്ച് അവർ പ്ലാൻ ചെയ്യണം, അവർ പഠിക്കണം. വരുമ്പോ അവിടെ എന്താണ് കുറവുള്ളത് അതിനെ ഫില്ല് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അവർക്ക്. അല്ല, അത് എനിക്കത് പലപ്പോഴും ഞാനിപ്പോ റെഗുലർ ആയിട്ട് ഇപ്പൊ 2 വർഷമായിട്ട് അവിടെ വരുന്ന കാരണം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടുത്തെ അത്രയും റീറ്റെയിൽ മേഖല അവിടെ ആക്റ്റീവ് അല്ല. ഇപ്പോഴും കോമ്പറ്റീഷൻ ഇല്ല, ആപ്പുകൾ അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ റെസ്റ്റോറന്റുകളുടെ കേസ് ആയിക്കോട്ടെ, ഇപ്പൊ ലോണ്ടറിയുടെ കേസ് ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി. ഇപ്പോൾ ദുബായിലൊക്കെ കാണാൻ പറ്റും. ദുബായിലൊക്കെ നമ്മൾ കണ്ടു വെച്ചാൽ ഓരോ ബിൽഡിങ്ങിനും ഒരു ചായപ്പീടിയ ടീ ഷോപ്പെങ്കിലും ഉണ്ട്. അതേമാതിരി അവിടെ ഉണ്ട് ഇഷ്ടം പോലെ. നല്ലൊരു കഫ്റ്റീരിയ ചെയിൻ വരികയാണെങ്കിൽ നമ്മൾ കൂടി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ എന്താണ് അതിന്റെ ഒരു കാരണം? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫിയർ ഫാക്ടർ ഉണ്ട് അപ്പോഴും സൗദിനെ പറ്റിയിട്ടുള്ള. അങ്ങനെയല്ല, ഇവരിവിടെ ബിസിയാണ് ഓൾറെഡി. പിന്നെ എന്തിനാ അവിടെ പോയിരിക്കുന്നതായിരിക്കും ഒരു കാരണം. അതല്ലെങ്കിൽ സൗദി അറേബ്യനെ കുറിച്ച് അറിവില്ലായ്മ ഒരു പ്രശ്നമായിരിക്കാം. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും പുതിയ ന്യൂ കമേഴ്സ് ഇഷ്ടം പോലെ നാട്ടിൽ നിന്ന്, നമ്മൾ കേരളത്തിൽ നിന്ന് ഭയങ്കര ഒഴുക്കല്ലോ ദുബായിലേക്ക്. എന്തോ ഒരു തിരക്കാണ് ഇപ്പോഴത്തെ അവസരങ്ങൾ തേടി വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും. ഫസ്റ്റ് ഇങ്ങനെ അവർ കേരളം വിട്ടിട്ട് പുറത്ത് ചൂസ് ചെയ്യുക, ഗൾഫിൽ എവിടെയും തുടങ്ങണം എന്നാണ് ആദ്യം അവരുടെ മൈൻഡിലെത്തുന്നത്. UAE ദുബായിയാണ്. പക്ഷെ സൗദിയിലേക്ക് അവരുടെ ആ ഒരു മൈൻഡ് പോകണില്ല. പക്ഷെ അവിടെ അവസരങ്ങൾ അവിടെ കിടക്കുമ്പോൾ ശരിക്കും അതല്ല ശരിക്കും എൻകേജ് ചെയ്യേണ്ടത്. അതിന്റെ ഒരു ബാക്കിൽ ഒരു കാരണം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ സ്റ്റിൽ അവർക്കൊരു ഫിയർ ഫാക്ടർ എന്തോ ഉണ്ട്. ഒന്ന് ഒരു മലയാളി എപ്പോഴും ഒരു കംഫർട്ട് സോണിന്റെ ആളാണ്. അവർക്ക് ദുബായും കൊച്ചിയും തമ്മിൽ വലിയ വ്യത്യാസം ഫീൽ ചെയ്യില്ല. ഇവിടെ വരുമ്പോ അവരുടെ കുടുംബക്കാരുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മലയാളി സ്റ്റൈൽ അങ്ങനെ തീർന്നാ മതി. അത് സൗദി അറേബ്യയിൽ വരുമ്പോ ആ ഒരു വലിയ കംഫർട്ട് സോണിൽ നിന്ന് ചെറിയൊരു ഒരു വ്യത്യാസം വരും. അതൊരു പോയിന്റാണ്. കാരണം ഇത്രയും നമ്മളെ കുടുംബക്കാരൊക്കെ ഒരു ചെറിയൊരു ഗ്രാമത്തിനുള്ളിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകുമ്പോൾ, പിന്നെ എല്ലാവരും കേൾക്കുന്നത് ദുബായ് 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 എന്നാണ്. സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു അത്രയും വലിയ സൈസ് കൊണ്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോ പിന്നെ ഇത്രയും കംഫർട്ട് സോൺ ഇല്ല, അത് ഞാൻ സമ്മതിക്കുന്ന ഒരു സത്യമാണ്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അധ്വാനിക്കുന്നതിന്റെ പകുതി അധ്വാനം മതി, പകുതി റിസർച്ച് ചെയ്താൽ മതി, പകുതി കോമ്പറ്റീഷനേ ഉള്ളൂ, ലാഭം ഇതിന്റെ ഇരട്ടിയുണ്ട്. ആ വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അത് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാനേ എൻ്റെ അടുത്ത് ചോദിക്കാൻ വിട്ടുപോയൊരു സംഗതി ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 10 വർഷത്തിന് മേലായാലും ഇപ്പോൾ അറേബ്യൻ ടൂറിസം ഈ കൊമേഴ്സ്യൽ സർവീസ് തുടങ്ങിയിട്ട്, പിന്നെ എന്തിന്റെ ഇൻസ്പിറേഷന്റെ പുറത്താണ് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ബിസിനസ് സെറ്റ് മേഖലയിലേക്ക് വന്നത്? ഇപ്പോൾ നിങ്ങൾ പിന്നെ IT ചെയ്തു, അഡ്വർടൈസിങ് ചെയ്ത്, കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ്, അങ്ങനെ കുറേ സംഗതികൾ ചെയ്ത്, അതൊക്കെ ഇപ്പോൾ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയ സംഗതി. ബട്ട് ഇപ്പോൾ ഒരു ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വരാനുള്ള എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ? അത് ഷാക്കിർ എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു പണ്ട് മുതൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഒരു സർവീസ് എന്നുള്ളത് നമ്മളൊരു വീക്ക് പോയിന്റ് ആണ്, ഒരു പാഷനാണ് ആക്ച്വലി. ഒരാളൊരു പ്രശ്നത്തിൽ പെടുമ്പോ അയാളിനെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊരു എൻ്റെ ഒരു പാഷനാണ്, പലപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അതൊരു കൊമേഴ്സ്യലൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബിസിനസ്സുകാരൻ വരുന്ന ബുദ്ധിമുട്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ബിസിനസ്സുകാരനായിട്ടാണ്. ഞാനൊരു കച്ചവടക്കാരനാണ് ചെറുതാണെങ്കിലും. അപ്പോൾ ബിസിനസ്സുകാരായിട്ടാണ്, ആ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഡെയിലി ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട് ഓൾറെഡി. നമ്മൾ ഞാൻ പഠിച്ച ബിസിനസ് മാനേജ്മെന്റിൽ ഞാൻ ലീഗൽ സൈഡായിരുന്നു കൂടുതൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് പെട്ടതും ഇത്തരം ഒരു വലിയ ലോ ഫേമിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പൊ അവരുടെ കൺസൾട്ടന്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഒഫീഷ്യൽ സംഗതികൾക്ക് വരുന്നത്. കൂടുതൽ ബിസിനസ് ആണെങ്കിൽ പോലും ഞാൻ പാർട്ട്ണർഷിപ്പിലാണ് ചെയ്തെങ്കിൽ പോലും അതെനിക്കൊരു ഭയങ്കരമായിട്ട് വളരാൻ പറ്റിയ ഒരു ഫീൽഡാണ് അവര് മനസ്സിലാക്കിയെന്നുള്ളത്. ഡോക്ടർ അജ്ലാൻ, അയാള് സൗദി അറേബ്യയിൽ അറിയപ്പെടുന്ന സീനിയർ ലോയറാണ്. അയാൾ ഇന്റർനാഷണൽ ലോ, അമേരിക്കയിൽ നിന്ന് ഇന്റർനാഷണൽ ലോ പഠിച്ച ഡോക്ടർ മുഹമ്മദ് അജ്ലാൻ. അയാളാണ് സത്യത്തിൽ എന്നെ ആ ഒരു ലോ ഫേമിൽ എന്നെ ഉറച്ചു നിർത്താനും ആ രീതിയിലാക്കിയത്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് അറിയപ്പെടുന്ന 2 ജഡ്ജിമാര് വളണ്ടറി റിട്ടയർ വാങ്ങിയിട്ട് എൻ്റെ കൂടെ പാർട്ട്നേഴ്സാണ്. ഞങ്ങൾ നന്നായിട്ട് എല്ലാം നിന്നിട്ടൊരു ലോ ഫേം നടക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ ഒരുപാട് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ നമ്മളുടെ സർവീസുകൾ നല്ല നിലക്ക് കിട്ടിപ്പോകുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ട് നമ്മൾ ഒരുപാട് നല്ല കേസുകൾ ചെയ്യാനും നല്ല വിപ്ലവങ്ങൾ കാണിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട് നമുക്ക്. ഇപ്പോഴും ഞങ്ങളൊരു സൗദി പാർട്ട്ണർ പിടിച്ചെടുത്തൊരു സ്ഥാപനത്തിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കെതിരെ വിധി വന്നു. അയാൾക്ക് 6 വർഷം ജയിലിൽ
ശിക്ഷ വിധി വന്നു ഓൾറെഡി. അയാൾ അബ്സ്കോണ്ടിങ് ആണ്, കാണാനില്ല. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു ഫോറിൻ കമ്മ്യൂണിറ്റിനെ, അത് മലയാളി ആണെങ്കിൽ ഞാനത് എൻ്റെ കേസായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെ അതിനെ നോക്കാൻ ശ്രമിക്കാറുണ്ട് പരമാവധി. അല്ല, ഞാനേ അത് ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് ഞാനവിടെ വന്നപ്പോൾ പിന്നോട് പറഞ്ഞല്ലോ, നീ വെറുതെ ഒന്നും ഇങ്ങോട്ട് വാ, നീ ഒന്നും ചെയ്യേണ്ട, എൻ്റെ കൂടെ നീ സ്റ്റേ ചെയ്യും. അപ്പോൾ നമ്മളന്നൊരു 2-3 ആഴ്ച ഒരുമിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ രാവിലെ പോകുമ്പോൾ വണ്ടിയിൽ നമ്മൾ ഒരുമിച്ച് റൂമിൽ നിന്ന് ഇറങ്ങണം, ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ പിന്നെ ഒരു ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് ഞാൻ നോക്കിയിട്ട്, ഇപ്പോൾ നമ്മളന്ന് ചേംബർ ഓഫ് കൊമേഴ്സിലേക്ക് പോകുമ്പോഴൊക്കെ വിത്തൗട്ട് ഒരു ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഇല്ലാതെ ഫ്രം ദ സെക്യൂരിറ്റി ടു ദ ടോപ്പ് ലെവൽ, അതിൻ്റെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ടോപ്പ് ലെവലിലാണ് ഇങ്ങനെ ഷാക്കിർ എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ നടന്നു പോകുന്നത്. ഞാൻ എൻ്റെ പിന്നാലെ വന്ന് എക്കണോമിക്കിൽ പോയി കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാലൊക്കെ. പിന്നീട് ഞാൻ ഓഫീസിൽ വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു സൗദിയുടെ ഒരു ഫോട്ടോ നിങ്ങളെ കൂടെ കണ്ടു. അപ്പോൾ പറഞ്ഞു റോയൽ ഫാമിലിയിലാണ്. എങ്ങനെ അങ്ങനെ അത്രമാത്രം ഒരു കണക്ഷൻ ഇങ്ങനെ റോയൽ ഫാമിലിയും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജഡ്ജി പറഞ്ഞ മാതിരി ആൾക്കാരായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുത്തത്? ഒരു ഇൻഡസ്ട്രിയിലെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് അയാള് റോയൽ ഹൈനസ് ആണ്. അത് രാജകുടുംബമായിട്ട് എനിക്ക് നേരത്തെ കുറച്ച് കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ബിസിനസ്സിലേക്ക് വന്നത് വെരി റീസെൻ്റ്ലിയാണ്. ഒരു 5-6 വർഷമായിട്ട് ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. പല സംഗതികളും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. അതൊരു ട്രസ്റ്റ്, കൂടുതൽ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ അത് മലയാളികളൊക്കെ. അതെ അതെ, അങ്ങനത്തെ ഒരു ആൾക്കാർ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ, കാരണം വെച്ചാൽ അതൊരു വേറൊരു നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് നിങ്ങളുടെ ഒരു വലിയൊരു പോയിന്റ് ആണ് അല്ലേ? എന്റെ അത് ഏതൊരു ബിസിനസ്സുകാരനാണെങ്കിലും എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ സർവീസ് ഇൻഡസ്ട്രി വരുമ്പോൾ നമ്മളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് അതെ, നമ്മളെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കാണ്. അപ്പം ഞാൻ പർപ്പസ്ഫുള്ളിയോ അല്ലാതെയോ ആ ടൈപ്പ് ബന്ധങ്ങൾ എൻ്റെ കൂടെ വരാറുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് കൊമേഴ്സിലാണെങ്കിൽ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിലെ, അല്ലെങ്കിൽ ചേംബർ ആണെങ്കിൽ, അതല്ലെങ്കിൽ വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും എനിക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഏറ്റവും വലിയ ആളായിട്ട് തന്നെ ബന്ധമുണ്ടാക്കാൻ പോവാന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അത് പല കേസുകളും എന്നെ തേടി വരാറുണ്ട്. അത് എന്താണെന്ന് അറിയില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതികൾ നമ്മൾ വരാണ്. ഇപ്പം ഇന്ന് സൗദി അറേബ്യനെ റെപ്രസെന്റ് ചെയ്യുന്ന അംബാസഡർ എന്നെ നല്ല ബന്ധമുള്ള ഒരാളാണ്. ഞാൻ പറയുന്നത് ആ രീതിയിൽ നമ്മൾ പർപ്പസ്ഫുള്ളിയോ അല്ലാതെയോ എന്നെ തേടി വരാറുണ്ട്. അതിനകത്ത് ലൈക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ ഇത്രയും അറേബ്യൻ ടൂറിസത്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് മേജർ കമ്പനീസ് നിങ്ങളവിടെ ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ഒരു റെഗുലറായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100% നിങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് രൂപത്തിലേക്ക് നിങ്ങൾ തീരെ പോകണില്ല. ബട്ട് ദ സെയിം ടൈം ഞാൻ അവിടെ വരുമ്പോഴും ഖത്തറിൽ നിന്നായിക്കോട്ടെ, ഒമാനിൽ നിന്നായിക്കോട്ടെ, UAE നിന്നായിക്കോട്ടെ, പല ഡെലിഗേറ്റ്സും പല ടോപ്പ് ലെവൽ ആൾക്കാരും നിങ്ങളെ തേടി പിടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുന്നത്, അതാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞു നിർത്തിയ ഈ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക്. ഇപ്പോൾ എന്നെ പരിചയമുള്ള ഒരാൾ സൗദിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ധൈര്യസമേതം ഷാക്കിറിനെ അത് ഏൽപ്പിക്കാം. അതുകൊണ്ട് അതൊരു വലിയൊരു ഘടകം തന്നെ തോന്നുന്നുണ്ട് അല്ലേ? അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഖത്തറിലാണെങ്കിൽ അൽത്താനി ഫാമിലിയായിട്ട് എനിക്ക് നല്ല ബന്ധം. അവരുടെ ബിസിനസ് സംഗതികൾ, ഇപ്പോൾ താല്പര്യങ്ങൾ ഞാൻ സൗദി അറേബ്യയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള UAE ഇവിടുത്തെ ഭരിക്കുന്ന കുടുംബക്കാരുടെ ബിസിനസിന്റെ പവർ ഓഫ് അറ്റോർണി ഒരാളാണ്. പലതും പേര് അങ്ങനെ പറയാൻ ആവശ്യമില്ല. അപ്പം ആ രീതിയിൽ അത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില നല്ല സംഗതികൾ നമ്മൾ വരും. ഞാൻ എൻ്റെ മുമ്പിൽ എൻ്റെ കഷ്ടം എന്ന് പറയുന്നത് ചെറിയൊരു ഒരു ഗ്രോസറി നടക്കുന്ന ഒരാളാണെങ്കിൽ അയാളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അതിന്റെ സാമ്പത്തികമോ അല്ലെങ്കിൽ അതിന്റെ വരവുവരായികളോ നോക്കാതെ അയാളുടെ അടുത്ത് നീതി അയാൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള അതെന്റെ ഒരു ധർമ്മമായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. ഒരാൾക്ക് ഒരു എൻകറേജ്മെന്റ് നിങ്ങളെ കൊണ്ട് കിട്ടുകയാണ്, അയാൾ അതുകൊണ്ട് വളരുമെങ്കിൽ ആ വളർച്ചയുടെ ഒക്കെ ഒരു പുണ്യത്തിന്റെ അംശം എനിക്കും കിട്ടും എന്നുള്ളൊരു പോളിസി ഉണ്ട്. എനിക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് പലപ്പോഴും ലാഭം നോക്കാതെ അതിലെല്ലാം നമുക്ക് ലാഭം ഒരു പേഷന്റെ ഭാഗമായി വരുമ്പോ അത് പിന്നെ നമ്മൾ എൻ്റെ ഒരു പോളിസി എന്താ, ഞാൻ ചെയ്യുന്ന കാര്യം അതിൽ ഞാൻ ഫുൾ ഇൻവോൾവ് ആയി അതിൽ ഞാൻ ആത്മാർത്ഥത കാണിച്ചാൽ നമ്മളെ തേടി നല്ലതൊക്കെ എത്തും. അതിനകത്ത് നമുക്ക് ഒരു മാർക്കറ്റിങ്ങിന്റെ ആവശ്യമില്ല, ഒരു സോഷ്യൽ മീഡിയയും വേണ്ട. എന്നെ പറ്റി എൻ്റെ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരു ഉപകാരം കിട്ടിയ ഒരാൾ ആരോടെങ്കിലും മറിച്ച് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. ഞാനിപ്പോഴും ഓൾഡ് ബുക്ക് ആണെന്നാണ് ആ കാര്യത്തിൽ ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ AI ടെക്നോളജി ഉപയോഗിച്ച് അങ്ങനെ മാർക്കറ്റ് ചെയ്തുകൂടെ. എൻ്റെ തന്നെ മാർക്കറ്റിംഗ് ഡിവിഷനിൽ എനിക്കൊരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്, ABC പറയുന്നത്.
അപ്പം അവരൊക്കെ ചോദിക്കും, സാറേ നമ്മളിതൊക്കെ വെക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് വലുതായിട്ട് കൊണ്ടുപോകുന്നത്, ഇതൊരു നമ്മുടെ പാഷൻ്റെ ഭാഗമാണ്. നമ്മളെ ലൈഫ് അതിൻ്റെ ഡെഡിക്കേറ്റ് ചെയ്താൽ മതി, ബാക്കി നല്ലത് നമ്മളെ തേടി വരും എന്നുള്ളൊരു വിശ്വാസം, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു അറേബ്യൻ ടൂറിസം എന്നുള്ള കമ്പനി നമ്മൾ 100% അത് ബിസിനസ് സെറ്റപ്പ് A to Z സർവീസ് എല്ലാം ചെയ്തു കൊടുക്കും. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിക്ഷേപകർക്കോ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കോ സൗദിയിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാർക്കറ്റ് കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്യണം. കാരണം ഇപ്പോൾ എനിക്ക് UAE നിൽക്കണ ഞാൻ ചെയ്യുന്ന ബിസിനസ് അഡ്വർടൈസിംഗ് ഉണ്ട്, പാക്കേജിംഗ് ഉണ്ട്, ഇൻറ്റീരിയർ ഡിസൈനിങ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു സാധ്യത അപ്പോൾ ഇതിനോട് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ 100 ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ ഒരു ജിയോഗ്രഫിക്കലി ആൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി, അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി അറേബ്യൻ ടൂറിസം നടത്തി കൊടുക്കും. അതിലേ അതൊരു ചലഞ്ചിങ്, അങ്ങനെ പല ആൾക്കാർക്കും അവിടെ കോണ്ടാക്റ്റുകൾ ഇല്ലല്ലോ. എക്സാക്ട്ലി. അതിനകത്ത് ഞാൻ വ്യത്യസ്തനാവുന്ന ഒരു സംഗതി ഉണ്ട്. കാരണം ഇപ്പൊ അവിടെ 100 കണക്കിന് കൺസൾട്ടൻസ് ഉണ്ടാവും. അറേബ്യൻ ഹൊറൈസൺ ഒരു വൺ ഓഫ് ദ കമ്പനി മാത്രമാണ്. അപ്പൊ അതിൽ നിന്ന് എൻ്റെ ഒരു USP എന്ന് പറയുന്ന ഒരു സാധനം, എനിക്ക് വിവിധ ഇൻഡസ്ട്രികളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ പറയുന്ന ഒരു സാധനം, ഇപ്പോൾ ഒരു ട്രേഡർ ആണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാളാണ്. ട്രേഡിംഗ് എന്നുള്ള സംഗതി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അതിന്റെ റിയൽ ടൈം എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു റെസ്റ്റോറൻറ്റ് ഓണറാണ്. അപ്പൊ ഇങ്ങനെ എൻ്റെ റിയൽ ടൈം ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു സംഗതികൾ പലതും ഞാനൊരു ലോ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട്, ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പലതും ബുക്കിലുള്ളതായിരിക്കണം എന്നില്ല. പ്രാക്ടിക്കൽ സൈഡ് റിയാലിറ്റിയിൽ വരുമ്പോൾ അതെനിക്ക് അവർക്ക് കറക്റ്റായിട്ട് ആ ഒരു നോളജ് ഷെയറിങ് അവിടെ വലിയൊരു ഘടകമാണ്. അത് നിങ്ങൾക്ക് സംടൈം ഇറ്റ് കോസ്റ്റ് മില്യൺസ്. ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എൻ്റെ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു അറിവ് ഞാൻ അയാൾക്ക് ഷെയർ ചെയ്യാന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ രീതിയിൽ എനിക്കൊരു ആഡഡ് വാല്യൂ എൻ്റെ ക്ലയൻസിന് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു ട്രേഡർ ഇപ്പോൾ ഒരു സാധനം ഒരാൾ പുറത്തുനിന്ന് വരുമ്പോൾ അയാൾക്കൊരു ചെറിയൊരു വെയർ ഹൗസ് എടുക്കണമെങ്കിൽ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് പോകണ്ട, നിങ്ങൾക്ക് ഈ വേറെ പോയാൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ അവിടെ ലാഭം കിട്ടും. അല്ലെങ്കിൽ അയാൾ ഒരു മാനുഫാക്ചറാണ്, ഒരു സംഗതി വരാണ്, അയാൾക്കൊരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള സംസാരത്തിന് അയാൾക്ക് അതിൻ്റെ ഒരു പക്ഷേ അയാളിനെ ഒരു നേർവഴിക്ക് വിടാൻ പറ്റും. അയാൾക്ക് അടുത്ത് പറയാം, നിങ്ങളിപ്പം ഇന്നലെ സെന്റോറിനായിട്ടുള്ള മീറ്റിങ്ങിനകത്ത് അപ്പൊ അവര് പോകുന്ന വഴി എക്സ്ട്രീമിൽ ഞാൻ വേറൊരു വഴി മാറ്റി കൊടുത്താൽ അവർക്ക് അത് കറക്റ്റ് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ അവിടെ ലൈവായി നിന്ന്, കാരണം വെറും സംസാരം ആർക്കും പറ്റും, പ്രാക്ടിക്കൽ അത് ആ സംഗതി എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ഇപ്പൊ ഞാൻ പറയുന്നതിന് ഞാൻ റെസ്പോൺസിബിൾ ആണ്. നിങ്ങൾക്ക് ഇതാണ് ആവശ്യം, ഇതാണ് ഇതിന്റെ ഏറ്റവും നല്ല വഴി, ഇതുകൊണ്ട് നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ ഒരു ഇത്രയാണ് നിങ്ങളെ വിഷനെങ്കിൽ അതിലേക്ക് ഏറ്റവും നല്ല. അപ്പൊ ആദ്യം നമ്മൾ അവരെ കേൾക്കും, എന്നിട്ട് അവർക്ക് വേണ്ടത് എന്താണോ എന്നുള്ളത് സമയം നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സൗദിയിൽ മേജറായിട്ട് കുറേ സംഭവങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ 2027 ഏഷ്യ കപ്പ് വരുന്നുണ്ട് അല്ലേ, 2030 എക്സ്പോ, 2034 FIFA വേൾഡ് കപ്പ്. ഇതൊക്കെ നേരിടാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ സെറ്റായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ ആയിട്ടുണ്ടോ, അതല്ല ഇനി അതിലേക്ക് പിന്നെ കുറച്ചും കൂടി അടുക്കേണ്ടതായിട്ടുണ്ടോ? കാരണം സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ പല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ പുതിയ അവസരങ്ങളായിരിക്കും ഇനി അവിടെ അപ്കമിങ്? ഏതൊക്കെ മേഖലയിൽ പുതിയ ബിസിനസ് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിലുള്ള ആൾക്കാർ ഏതൊക്കെ ബിസിനസ്സുകാർക്കാണ് ഇനി വലിയ ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരാൻ വേണ്ടി പോകുന്നത്? ഇപ്പോ ഒരു റീസെന്റ് സംഗതി വെച്ച് ഇപ്പൊ ജിദ്ദയില് ഇവരൊരു 7 ലോകോത്തര നിലവാരമുള്ള 7 വമ്പൻ സ്റ്റേഡിയങ്ങൾ വരാൻ പോകുന്നു. ജിദ്ദയിൽ മാത്രമല്ല, ത്രൂ ഔട്ട് സൗദി അറേബ്യ. അതിനകത്ത് ഇപ്പൊ ജിദ്ദയിൽ ഓൾറെഡി പണി തുടങ്ങി. ഇപ്പൊ നമ്മൾ ഇനി 8 വർഷം ബാക്കിയുണ്ട്. അപ്പം അതിന് മുന്നേ തന്നെ ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ളൊരു സംഗതി. അബഹയില് ഒരു ഗംഭീര സംഭവം വരാൻ പോകും. അതായത് ഒരു ടേബിൾ ടോപ്പ് സ്റ്റൈലിലുള്ള, അത് ഹൈ ഹീൽസ് ഉള്ള ഗംഭീര സംഭവമാണ്. അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയി മാറും. അപ്പൊ അങ്ങനെ ഇവര് പിക്ക് ചെയ്യുന്ന ലൊക്കേഷൻസ് ആണെങ്കിലും ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റാണ്. കാരണം ദേ ആർ മണി റിച്ച്, അവരുടെ അടുത്ത് ലിക്വിഡ് മണി ഉണ്ട്, പിന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നിറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി എങ്ങനെ എൻകാഷ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി അറിയുന്ന ഒരു ഭരണാധികാരിയാണെന്ന് ഉള്ളത്. ഈ ഇവന്റുകൾക്ക് ലൊക്കേഷൻ ഇല്ലാത്ത രീതിയിലായി മാറി. 360 ഡിഗ്രി. ഇപ്പം സൂപ്പർ ഡോം ആണ് സൗദി അറേബ്യയിലെ ജദ്ദയിലെ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമ്മൾ തന്നെ ഇപ്പോൾ 3
നമ്മൾ ഈ എക്സിബിഷൻ ഇൻഡസ്ട്രിയിലും കൂടെ ഉള്ളതുകൊണ്ട് എക്സാക്ട്ലി ഇപ്പം ഞങ്ങളുടെ സാജക്സ് എന്ന് പറയുന്നത് നമ്മൾ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ. എന്നിട്ട് നമ്മൾ ഗോൾഡ് എക്സിബിഷൻ നടത്തുന്നുണ്ട്, ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനെ. ഈ ഒരു വർഷം 2026 ഇനി ഒരു ബുക്കിംഗ് ഇല്ല ഫുൾ സൂപ്പർ ഡോമിൽ. അപ്പം അതുപോലെയുള്ള വെന്യൂകൾ ഫുള്ളായി ഏകദേശം. ഞാൻ പറയുന്നത് അപ്പോൾ ഒരു 360 ഡിഗ്രിയിൽ എല്ലാ ദിവസവും പുതിയ ഇവന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് വലിയ സ്കോപ്പ് ഉണ്ടാവും, അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ഇൻഡസ്ട്രി എടുത്താൽ, ലോജിസ്റ്റിക് ഓഫ് കോഴ്സ്, ഫുഡ് ഇൻഡസ്ട്രിയാണ് F&B. കാരണം ഒരു പ്രൊജക്ടിന് മാത്രം നിയമം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന് മാത്രം ഏകദേശം 4 ലക്ഷം വിസ ഓൾറെഡി പാസ് ആയിട്ടുണ്ട് ഇനി വരാൻ കിടക്കുന്നത്. അതിൽ ഏകദേശം 30% ഇന്ത്യൻസ് ആണ് വരുന്നത്. അപ്പം ബാക്കി എല്ലാവരും കൂടെ വരുന്നത്. കൺസ്ട്രക്ഷൻ വരുന്നതും ഇൻഫ്രാസ്ട്രക്ചർ ഡെക്കറേറ്റേഴ്സ്, എക്സാക്ട്ലി അങ്ങനെയുള്ള എല്ലാവർക്കും ഏത് വർക്കിലാണെങ്കിലും. അതിനകത്ത് ഇപ്പൊ എന്താ ഒരൊറ്റ വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ മുന്നത്തെ ഒരു ജനറേഷൻ, എനിക്ക് അടുത്ത നമ്മളെ കുട്ടികളോട് പറയാനുള്ളത്, സൗദി അറേബ്യക്ക് വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പണ്ട് നമ്മളെ സമയത്ത് ഉണ്ടായിരുന്ന പോലെ എന്തെങ്കിലും ഒന്ന് തോളി പിടിച്ച് പോയിട്ട് കാര്യമില്ല. ഇനി നല്ല ക്വാളിഫൈഡ് ആൾക്കാർക്ക് മാത്രമാണ് സൗദിയിൽ ഇനി ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം നിർബന്ധമായിട്ട്. നിങ്ങൾ ഗോൾഡ് സ്മിത്ത് ആണെങ്കിൽ നിങ്ങളത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പൊന്നുരുക്കാൻ അറിയാം, അല്ലെങ്കിൽ മാല എങ്ങനെ ഇത് ചെയ്യാന്ന് അറിഞ്ഞാൽ മാത്രം പോരാ. പ്ലസ് യു ഷുഡ് ഹാവ് എ സർട്ടിഫിക്കറ്റ് വിത്ത് യു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കമ്പൽസറി ആക്കാം. ഓരോ ഇൻഡസ്ട്രിക്കും നിങ്ങളെ സ്കിൽ ടെസ്റ്റ് നടത്തി സർട്ടിഫൈ കിട്ടിയതിന് ശേഷമാണ് സൗദി അറേബ്യക്ക് ഇനി വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വരുന്ന ജനറേഷൻ വിദ്യാഭ്യാസത്തിൽ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യണം. ക്വാളിറ്റി വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ഒരുപാട് ചാൻസുകൾ ഇനിയും സൗദി അറേബ്യ വരാൻ കിടക്കുന്നു. സൗദി അറേബ്യയിലത്തെ യങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 99.9% ഹൈലി എഡ്യൂക്കേഷൻ ആണ്. ഏത് ഗ്രാജുവേഷൻ റേഞ്ചിലേക്കാണ് അവരിപ്പം മിനിമം ക്വാളിഫിക്കേഷൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോ അത് മാത്രമല്ല 90% ഇ കൊമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ജനറേഷൻ ഇപ്പോൾ നടക്കുന്നത്. 90% ആണ് കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറഞ്ഞ സൗദി അറേബ്യയില്. അപ്പം അതിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പ്ലസ് സ്കില്ല് ഓഫ് കോഴ്സ് വേണം. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യ. എക്സാക്ട്ലി. കാരണം ഞാനിപ്പോ ജൈടെക്സിനെ പറ്റിയ കാര്യങ്ങളൊക്കെ സൗദിന്റെ ഒക്കെ പവലിയന് ദുബായിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പിന്നെ അവിടെ ഡിജിറ്റൽ സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പിള്ളേരൊക്കെ ഹൈ ക്വാളിഫൈഡ് ഒക്കെ UK US ആ ഒരു ഏരിയയിൽ എഡ്യൂക്കേറ്റഡ് പിള്ളേർ. അവിടെ പിന്നെ ആക്സെന്റ് വരെ നമുക്ക് കണ്ടോ, അത്രയും ഫ്ലുവന്റ് ആണ്. അവരുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് പുതിയ ജനറേഷൻ പഠിക്കാൻ പറ്റില്ല. എക്സാക്ട്ലി. അപ്പൊ നമ്മളിപ്പോ ഈ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള മിനിസ്ട്രിയുടെ ഒക്കെ മീറ്റിംഗിലോ ഓൺലൈനിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള മീറ്റിംഗിലൊക്കെ വരുമ്പോൾ അവരുടെ ആ ഒരു പ്രസന്റേഷൻ സ്കില്ലും അവരുടെ ഡെപ്ത് ഉണ്ടല്ലോ, നോളജ്, ആ ഒരു സബ്ജക്റ്റ് അവർ പറയാൻ പോകുന്നത്, അതൊക്കെ അമേസിങ്. നമ്മളെ ബാംഗ്ലൂരും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇവിടൊക്കെയുള്ള ആ കുട്ടികളൊക്കെ അതിന് കൂടുതലോ അതിനോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ് പുതിയ ജനറേഷൻ വരുന്നത്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളും നല്ല വിദ്യാഭ്യാസം, ക്വാളിറ്റി വിദ്യാഭ്യാസം, നിർബന്ധമായിട്ടും സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതാണ്. പേഴ്സണലായിട്ടാണ് പല കാര്യങ്ങളിലും ബന്ധപ്പെടുന്നതും സൊല്യൂഷൻ കണ്ടെത്തുന്നതും. അന്ന് ഇതേമാതിരി ഒരു ആഘോഷം കണ്ടപ്പോൾ ഞാനത് ചോദിക്കാൻ വിട്ടുപോയൊരു സംഗതി എന്തായിരുന്നു അത്. അപ്പോൾ നിങ്ങൾ ക്ലയൻറ്റ് സർവീസും ചെയ്യേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്തെങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് എടുത്തു പറയാവുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് നമ്മളുടെ വ്യൂവേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, അതൊന്ന് പറയാമോ? ലീഗൽ സപ്പോർട്ട് സർവീസുകളിൽ നമ്മൾ ഇന്ന് ഒരു മീഡിയം റേഞ്ച് എന്ന് വെച്ചാൽ വലിയ ആ ഒരു ഇതല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങളൊരു നമ്പർ 1 ആണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ. അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരു സൗദിയും അജ്നബിയും തമ്മിലുള്ള വിഷയമാകുമ്പോൾ അത് നമ്മൾ ഫോറിനർ, ഒരു വിദേശിയും ലോക്കലും തമ്മിലുള്ള വിഷയമാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കാറുണ്ട്. അതിന്റെ വരും വരകളൊന്നും വല്ലാതെ നോക്കില്ല. അവരെങ്ങനെ അവരെ കൂടെ നിർത്തി കൊടുക്കാൻ നമ്മളൊരു കടമയാണല്ലോ. ഞാനും കടന്നു വന്ന വഴിയാണല്ലോ അതൊക്കെ. എനിക്കും പണ്ട് സൗദി പാർട്ണർമാരുണ്ട്, റോയൽ മുതൽ ലോ പ്രൊഫൈലുള്ള സൗദികൾ വരെ പല സംഗതികളും നമ്മൾ പാർട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്ര സംഗതികൾ വരുമ്പോൾ അവരാരും ഏറ്റെടുക്കാത്ത അവസ്ഥകൾ വരാറുണ്ട് പലപ്പോഴും. കാരണം മറ്റേ സൈഡിൽ സൗദി വരിക, അത് പ്രത്യേകിച്ച് വലിയ പേരുള്ള സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ടുള്ള സൗദികൾ വരുമ്പോൾ ആരും നമ്മൾ അവരുടെ കൂടെ ചേർത്ത് നിർത്തി അവരുടെ പരിഹാരം കിട്ടുന്നത് വരെ നമ്മളെ പ്രശ്നമായിട്ട് ഞാൻ ഏറ്റെടുക്കല്. അതെൻ്റെ ഒരു
പാർട്ട് ഓഫ് ലൈഫായിട്ട് ഏറ്റെടുക്കുക, അതിന്റെ നിയോഗമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്ന ഒരാളാണ്. അതിപ്പോ ത്രൂ ഔട്ട് സൗദി അറേബ്യയിൽ നിന്ന് എന്നെ ഇതുവരെ കാണാത്ത ആൾക്കാർ വരെയൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളായിട്ട് വരും. അവർക്ക് ഏത് രീതിയിലാണോ ഒന്നുകിൽ ഞാൻ പറഞ്ഞില്ല, എന്റെ അടുത്ത ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2 ജഡ്ജിമാരാണ്. ആ ലോ ഫേമിന്റെ സപ്പോർട്ട് സംഗതികൾ നല്ല സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും. അതിലൊക്കെ നമ്മൾ സോഫാർ എല്ലാ വിജയം തന്നെ കണ്ടിട്ടുള്ളൂ. നമ്മൾ അതിനെ കൃത്യമായിട്ട് പഠിച്ച് വിശകലനം ചെയ്ത് ഏത് രീതിയിലാണോ സ്വാധീനമാണോ, എനിക്ക് സ്വാധീനം നിയമത്തിന്റെ വശത്തിലൂടെയാണ്, അങ്ങനെയാണ്. അന്ന് വന്നപ്പോ എനിക്ക് തോന്നുന്നത് ഒരു ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു കച്ചവടക്കാരാണ്. അവിടെ ഒരു ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുത്തിരുന്നു അവരവിടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പം അത് ഇതുപോലെ അവര് മില്യൺ കണക്കിന് അഡ്വാൻസ് വാങ്ങി. പിന്നെ അയാൾ ആ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്തില്ല. ആ ബിൽഡിംഗ് അയാൾ വേറെ ആൾക്ക് മറിച്ച് വിറ്റു. വേറെ രീതിയിലൊക്കെ വേറെ ഇതേപോലത്തെ വേറൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് തന്നെ വിറ്റത്. അപ്പൊ ഇവരെ കാശ് പോയി, ഇവരടുത്ത് കിട്ടുന്നില്ല. ഒരു 5 വർഷത്തോളം അവര് അതിന്റെ പിന്നാലെ കൂടി നോക്കി, ഒരു രക്ഷയില്ല, നടക്കുന്നില്ല. അവര് കോംപ്രമൈസ് അല്ലെങ്കിൽ ലീഗലൊക്കെ പോകും. അത് നമ്മൾ ഏറ്റെടുത്തു. വെല്ലുവിളിച്ച് ചാലഞ്ച് തന്നെ ഏറ്റെടുത്തിരുന്നു. എനിക്ക് അതുകൊണ്ട് പേഴ്സണലി കുറെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ത്രട്ടൻ ചെയ്യാനൊക്കെ അവർ നോക്കിയിരുന്നു. സൗദി ഫാമിലി അവരും അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ്. നമ്മള് സത്യത്തിന്റെ കൂടെ നിലനിൽക്കുക എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ട്. നമ്മളെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചു. തീർച്ചയായിട്ടും ബലം പിടിച്ച് വാങ്ങി കൊടുത്തു ആ കാശ്. അതിന്റെ അത് അവര് എഴുതി തള്ളിയ കാശായിരുന്നു. ഈ പറയുന്ന UAE കമ്പനി എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടില്ല എന്ന് അവർ 100% ഉറപ്പിച്ചതായിരുന്നു. കാരണം 5 വർഷത്തോളം അവർ നിയമയുദ്ധം നടത്തി. അതല്ലെങ്കിൽ ബാക്കിയുള്ള എന്തൊക്കെ ശക്തരാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ശക്തരാണ്. അവര് എക്സാക്ട്ലി അവിടെ അവർക്ക് പ്രൂഫ് ഒന്നും കൊടുത്തിരുന്നില്ല. ആക്ച്വലി അത് സത്യത്തിൽ ഇവരെ വീക്ക് പോയിന്റ് ആണ്, നമ്മളെ ക്ലയന്റിന്റെ വീക്ക് പോയിന്റ് ആണ്. കാരണം അവരൊരു പ്രോപ്പർ എഗ്രിമെന്റും കോൺട്രാക്റ്റും ഒരു ലീഗൽ ലോ ഫേമിന്റെ വെച്ചിട്ടുള്ള അങ്ങനെ ആ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ചെയ്തായിരുന്നു. അപ്പോ അതിന്റെ ആഘോഷം ആയിരിക്കണം. എനിക്ക് അത് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനെ എന്തോ ആണ്, കാരണം എനിക്കത് കറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ നമ്മളെ ആൾക്കാർക്ക് ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട്. ഒരു കമ്പനി ഉണ്ടാക്കാനാണെങ്കിൽ പോലും അതിന്റെ മെമ്മോറാണ്ടം അതൊരു പ്രൊഫഷണൽ കമ്പനിയെ ഏൽപ്പിച്ച് കൃത്യം ചെയ്താലും നാളെ ഒരുപാട് വരാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മുന്നേറാം. അതല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു കോർപ്പറേറ്റ് കമ്പനി വരുമ്പോ ഒരു ലോ ഫേമിനായിട്ട് ഒരു കോൺട്രാക്ട്, ഒരു 1 ഇയർ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അവരുടെ സംഗതികൾ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഈ കമ്പനിയുടെ സംഗതി ആയിരിക്കും. ഈവൺ HR ഒരു സൗദിനെ പണിക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോറിനർ പണിക്കെടുക്കുമ്പോൾ ഉള്ള കോൺട്രാക്ട്, ഇതില് ക്ലയന്റിനായിട്ടുള്ള കോൺട്രാക്ട്, അവരുടെ സബ് കോൺട്രാക്ടേഴ്സ് കോൺട്രാക്ടുകൾ ഉണ്ടാക്കണം. ഇതിനൊക്കെ ഒരു ബാക്കപ്പ് ഒരു കമ്പനി, ഒരു ലോ ഫേമിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് നാളെ വരാൻ പോകുന്ന മൾട്ടി മില്യൺ നഷ്ടങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഒരു ഫേമിനെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ആ കോൺട്രാക്ട് പെർഫെക്റ്റ് ആക്കാൻ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ. പ്രത്യേകിച്ച് നമ്മളൊരു മലയാളികൾക്കുള്ള ഒരു വീക്ക് പോയിന്റ് ആണ്. അത്തരം സംഗതികളിലൊന്നും അവർ കാശ് ചെലവാക്കില്ല. നേരെ കുറിച്ച് അവര് മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ആയിരിക്കും. അതിനകത്ത് ഒരു ചെറിയൊരു എമൗണ്ട് ഇത്തരം ഒരു സംഗതികൾക്ക് മാറ്റിവെക്കുക എന്നുള്ള ഒരു രീതി നമുക്ക് ഇപ്പോഴും ഇല്ല. അല്ല, അത് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. തുടക്കത്തിൽ അത് ആ ബിസിനസ് എത്രമാത്രം സ്കെയിലപ്പ് ആവുന്ന അവർക്ക് അറിയില്ല. പിന്നെ ഇങ്ങനെ ഒരു ടേംസിൽ പോകും. പിന്നെ അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടിഷ് സംഭവിക്കും. ചിലപ്പോൾ നിലവിലുള്ള സ്പോൺസർ മരിച്ചു, അവരുടെ നെക്സ്റ്റ് ജനറേഷൻ വന്ന് ഏറ്റെടുക്കുമ്പോൾ അവരത് കംപ്ലീറ്റ് ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തിട്ട് അവരുടെയാണെന്ന് പറയുന്ന കേസുകളൊക്കെ പലതും ഉണ്ട്. ചെറിയ ഇതാണത്. കാരണം അതൊക്കെ നമ്മൾ ഇതില് തമാശ എന്താണെന്ന് വെച്ചാല്, ഇത്രയും സൗദി അറേബ്യ ഓപ്പൺ ആയിട്ടും ഫോറിൻ ഒരാൾക്ക്, ഒരു വിദേശിക്ക് അവിടെ ബിസിനസ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും ഇപ്പോഴും സൗദികളെ പേരിൽ പഴയ പാരമ്പര്യമായ രീതിയിൽ പണ്ട് സൗദികളെ പേരിൽ ബിസിനസ് ചെയ്തിട്ട് അയാൾ സ്പോൺസറും ഞാൻ പണിക്കാരനുമായിട്ട് എന്റെ ബിസിനസ് നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ ആൾക്കാർ ഇപ്പോഴും അതാണ് ഈ ബിനാമി ബിസിനസ്. അതാണ് ബിനാമി ബിസിനസ്. അത് ഗവൺമെന്റ് തലത്തിൽ ലീഗലി നോക്കുമ്പോൾ വലിയ തെറ്റാണ്. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ സ്പോൺസർ മരിക്കുകയോ അല്ലെങ്കിൽ സ്പോൺസറുടെ സ്വഭാവം മാറുകയോ തീർച്ചയായിട്ടും അങ്ങനെ വരാം. ഇപ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ വരുമ്പോഴതിന് മുന്നേ ഒരു സംഗതി ഉണ്ടായിരുന്നു. ചില ഇതേപോലെ ഒരു സ്പോൺസർ, അയാൾ പാർട്ട്ണറാണ്, പക്ഷെ അയാൾ അത് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് നമ്മൾക്ക് ഉണ്ടായ നമ്മളേതായുള്ള യുദ്ധമുറയിൽ കൂടെ തിരിച്ചെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതൊക്കെ ഒരു പെർഫെക്റ്റ് എഗ്രിമെന്റും കോൺട്രാക്ടിന്റെയും ലെവലിൽ ബോണ്ട് ആവാത്ത പ്രശ്നങ്ങൾ ഉണ്ട് അതിനകത്ത് കുറെ. അപ്പൊ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു വൈറ്റ് പേപ്പർ എഗ്രിമെന്റ്, ഒരു നല്ലൊരു ലോയറുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിൽ 2 സാക്ഷികൾ ഉണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ സൗദികളുടെ ഒരു പ്രത്യേക നേച്ചർ കണ്ടത്, അവരൊരു സംഗതി എഴുതി അതിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ബ്രീച്ചാക്കാൻ അവർ പരമാവധി നോക്കാറില്ല. അത് ഇല്ലാതെ നോക്കാം. അവർ അതിനെ റെസ്പെക്ട് ചെയ്യാറുണ്ട്. ഒരു കോൺട്രാക്ട്, ഈവൻ വൈറ്റ് പേപ്പർ എഗ്രിമെന്റ് ആണ്, 2 സാക്ഷി ഉണ്ടെങ്കിൽ
അതിനെ പൊട്ടിക്കാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കാറുണ്ട്. ഓക്കെ. അപ്പം അതൊന്നും നമ്മളെ ആൾക്കാർ അതിനകത്ത് ശ്രദ്ധിക്കില്ല. നമ്മൾ കുറെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇറക്കും, അല്ലെങ്കിൽ ബാക്കിയിലൊക്കെ ഇറക്കും. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രശ്നം വരുമ്പോഴാണ് നോക്കുന്നത്. നമ്മളിപ്പോ ആരോഗ്യത്തിനെ പറ്റി പറയില്ലേ, രോഗം വരാതെ നോക്കണം. അതേപോലെ ഒരു പ്രശ്നം വരാതെ നോക്കലാണ് നല്ലൊരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സംഗതി. കാരണം നാളെ ആ ഒരു തലവേദനയെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സൗദി അറേബ്യയിൽ ഇപ്പോൾ ഒരു 100% നമ്മളുടെ ഓണർഷിപ്പിൽ ഒരു വിദേശി ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? പറ്റും. 100% പറ്റും. ഏത് ബിസിനസ്സും സൗദി അറേബ്യയിൽ വളരെ കുറഞ്ഞ മേഖലകളുണ്ട്. അത് നമ്മളെ സാധാരണക്കാർക്കും ബാധിക്കുന്ന സംഗതിയല്ല. നിങ്ങളിപ്പോ ഒരു ട്രേഡിംഗ് കമ്പനി ആണെങ്കിലും അതല്ല ഒരു ബാക്കിയുള്ള ഏത് സംഗതി നോർമലി ജനറലി പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സും 100% ഓണർഷിപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 100% ഓണർഷിപ്പിൽ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ബിസിനസ് എത്ര എക്സ്പെൻസ് വരും ഒരു ബിസിനസ് അവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാം? ട്രേഡിങ്ങിന്റെ കേസിൽ ഇപ്പോഴും സ്റ്റിൽ ഒരു 30 million 32 million അങ്ങനെ 3 years ക്യാപിറ്റലാണ്. അതായത് അതൊക്കെ ഒരു കടലാസിൽ വരുന്ന സംഗതികളാണ്. അതിനൊക്കെ അത് നമ്മളൊരു ടേൺ ഓവർ ഒരു ട്രാൻസാക്ഷൻസ് 3 yearsനുള്ളിൽ കാണിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ അല്ല. നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് 30 million അസറ്റ് ആണ് കാണിക്കുന്നത്. അസറ്റ്. ഓക്കെ. ഐ മീൻ ഇൻക്ലൂഡിങ് നമ്മുടെ ഇൻവെന്ററി, സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ഒരു അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ലിക്വിഡ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കുറെ പറയുന്ന പോലെ ആൾക്കാർ അറിയാത്തവൻ പറഞ്ഞു തരുമ്പോ പലതും പറഞ്ഞു. നമ്മൾ ഈ മലയാളിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് അറിവുണ്ടാവും, അത് അപ്പനോട് പറയാം. അപ്പൊ അപ്പൻ പറയുമ്പോ വേറെ കുറച്ച് വലുതായി വരും. അതിങ്ങനെ അവസാനം വരുമ്പോ കേട്ടത് തന്നെ. ഇൻ ജനറൽ പ്രാക്ടിക്കലി നിങ്ങൾ ബൈ ഗുഡ്സ് മതി, അത്ര ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നില്ല. ആകെയുള്ളൊരു ട്രേഡിങ്ങിന്റെ സംഗതിയിൽ വരുന്നൊരു പ്രശ്നം, നിങ്ങൾക്ക് 100% ഓണർഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 കമ്പനി പുറത്തുണ്ടായിരിക്കണം എന്നുള്ളതാണ്. 3 ഡിഫറെന്റ് കൺട്രികൾ. അത് നമ്മൾ അറേഞ്ച് കൊടുക്കുന്നുണ്ട്, കമ്പനികൾ വാങ്ങി കൊടുക്കുന്നുണ്ട്. പഴയ കമ്പനികളാണെങ്കിലും പുതിയ കമ്പനിയാണ്. അതിന്റെ ഒക്കെ ലീഗൽ നാട്ടിലായാലും മതി, എവിടെയായാലും മതി. ഓക്കെ. അപ്പൊ നോർമൽ ഒരു കേസിൽ ഇപ്പോ നമ്മുടെ ബിസിനസ് ചെയ്യണം, ഇപ്പൊ അഡ്വർടൈസിങ് അല്ലെങ്കിൽ അതൊക്കെ സാധാരണ ഏകദേശം എത്ര ചെലവ് വരും ഒരു വർഷം? ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഗവൺമെന്റ് ഫീ എന്ന് പറയുന്നത് 62,000 റിയാലാണ്. പക്ഷെ അത് ഒരു വർഷത്തിന് സൂൺ ഓർ ലേറ്റർ അവരത് മാറ്റാൻ പോകുന്നുണ്ട്, അവർ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 4 മാസത്തോളമായിട്ട് ആർക്കും അങ്ങനെ ഒരു ബില്ല് വന്നിട്ടില്ല. മറ്റത് 60 + 2,000 റിയാലാണ് വരാറ്, 62,000. അത് നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം അത് അവര് കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർ കൺസൾട്ട് ചെയ്ത് ചെറിയൊരു പൈസ ചുരുക്കാനുള്ള പരിപാടികളുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നോർമൽ കേസിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു 60-65,000 സൗദി റിയാൽ ഉണ്ടായി കഴിഞ്ഞാൽ ബിസിനസ് സെറ്റപ്പ് ആയി. അപ്പൊ അതിനകത്ത് ട്രേഡ് ലൈസൻസ്, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ അതുമായിട്ടുള്ള എല്ലാം ലീഗലായി. എക്സാക്ട്ലി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ ആളുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫീസ് സ്പേസ് എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ ഫാക്ടറി, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സർവീസും ഒരു ഇൻവെസ്റ്റർ സൗദി അറേബ്യയിൽ നിന്ന് ഇറങ്ങുന്നത് മുതലുള്ള എല്ലാ സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഷാക്കിർ ഭായ്, പിന്നെ എന്തായാലും നമ്മൾ ക്ഷണിക്കാതെ അങ്ങോട്ട് കയറി വന്ന ഒരു അതിഥിയായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നിങ്ങൾ ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്താം. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ അടുത്ത എല്ലാ ആഴ്ചയും കൊണ്ട് വരുന്നുണ്ടല്ലോ, കാരണം UAE ഇഷ്ടംപോലെ കസ്റ്റമറായി. ഇപ്പോൾ സൗദിയും UAE തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കണല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഈ കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ക്ലോസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രത്യേകത നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളോട് അതിൻ്റെ ഒരു ആവശ്യമില്ല, ഔപചാരികത ഇല്ലാതെ തന്നെ പറയാം. 2021 നിങ്ങൾ ഇന്നെ വന്നിട്ട് കാണുന്നതും നമ്മൾ കുറച്ചും കൂടി ബിസിനസ് ലെവലിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്താൽ, ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല. കാരണം ഈ സൗദി 2030 ഭാഗമായിട്ട് സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവിടെ കാര്യമായിട്ട് നടക്കുന്ന സമയത്താണ് നിങ്ങൾക്കാണ് ക്ലിക്ക് ആയത്. സത്യം പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗ്രീൻ ബാഗ്സ് UAE എന്താണ് ചെയ്യുന്നത്, സസ്റ്റൈനബിലിറ്റി, എക്കോ ഫ്രണ്ട്ലി ഗ്രീൻ ഇനീഷ്യേറ്റീവ്, അതിൻ്റെ പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ആദ്യം മടിച്ചു നിന്ന്, കാരണം എന്താ വെച്ചാൽ സൗദി അറേബ്യനെ പറ്റിയിട്ട് ഇതേമാതിരിക്കുള്ള കുറേ ഒരു ഫിയർ ഫാക്ടേഴ്സ് ഉണ്ട്. പേടി, എന്താണ് പഴയ സൗദിയാണോ, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളല്ലേ എന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്ന് വാ, ഇനി എൻ്റെ കൂടെ നിൽക്കുക 2 ആഴ്ച എന്നുള്ളത്. അൽഹംദുലില്ലാഹ് നമ്മൾ ജിദ്ദയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ജേണി റിയാദിലെത്തി. കാരണം ഇപ്പോൾ ജിദ്ദയിൽ നമുക്ക് കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്, റിയാദിൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, അവിടെ മെയിൻ സിറ്റിയിൽ നമുക്ക് വലിയൊരു ഷോറൂം ഉണ്ട്. അവിടെ നമ്മൾ മെയിനായിട്ട് കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങും നമ്മളുടെ ബാഗുമായി ബന്ധപ്പെട്ട് ഗ്രീൻ ബാഗ്സ് സൗദി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് നമുക്കൊരു 4 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി. ഭയങ്കര സ്കെയിലപ്പാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളിപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ക്ലയൻറ്റൈൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിയോമ് പോലുള്ള, റെഡ് സി പോലുള്ള, മവാരിഫ്, അതേമാതിരിക്ക് ഷറഫ് DJ,
തുടങ്ങിയിട്ടുള്ള ഒത്തിരി കമ്പനികളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ജിദ്ദയിൽ ഹജ്ജ് എക്സിബിഷനിൽ നമ്മൾ പോയപ്പോഴും കൂടിയിട്ട് നമുക്കൊരു 100-200 പിന്നെ ഹോട്ടൽസ്, അതേമാതിരി ഹജ്ജ് ഉംറ സർവീസ് ചെയ്യുന്ന കമ്പനി നമ്മളെ പാക്കേജിങ്ങിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അവർ. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്, കാരണം നമുക്ക് ഈ അവസരം തന്നതിലും. ഇൻഷാ അല്ലാ ഇനിയും വളരണം. ഞാൻ ഈ ചർച്ച ഒരു റെക്കോർഡിംഗ് ആക്കാൻ നോക്കിയത് എന്താ വെച്ചാൽ നമുക്ക് ഇനിയും വളർന്നു വരുന്ന ഒരുപാട് ആളുകൾക്ക് അവസരങ്ങളുടെ പർദീസ്, അതായത് എനിക്കൊന്നും അവിടെ ഒരു 0.1% പോലും നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും അവസരങ്ങൾ സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ മടിച്ചു നിൽക്കാതെ എല്ലാ ആൾക്കാരും വരണം, ഈ ഒരു ചർച്ച നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ഇൻഷാ അല്ലാ. ഓക്കെ. സൗദി അറേബ്യ എന്ന് പറയുന്നത് പഴയ സൗദി അല്ല, അബു പറഞ്ഞ പോലെ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങളുടെ പറയീസ് തന്നെയാണ് ഇപ്പം വരുന്നവർക്ക്. ഇപ്പോൾ ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ, അതുപോലെ ബിസിനസ് ചെയ്യാൻ വരുന്നവന് പാർട്ട് ടൈം അല്ലാതെ ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെയാണ്, ഫുൾ ടൈമായി സീരിയസ് ആയിട്ട് വരിക. സൗദി അറേബ്യനെ കുറിച്ച് നിങ്ങൾ എന്ത് ബിസിനസ്സാണോ ചെയ്യാൻ പോകുന്നത് ആ ഇൻഡസ്ട്രീനെ കുറിച്ച് ഒരു മിനിമം ലോക്കൽ ഒരു സർവേ അറ്റ്ലീസ്റ്റ് ആ ഫീൽഡിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോടെങ്കിലും ചോദിക്കുക, നല്ല കൺസൾട്ടന്റുമാരായിട്ട് ഡിസ്കസ് ചെയ്യുക, കാശുണ്ടാക്കുക. എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക്സ്. ഓക്കെ.